ട്രെയിനിങ്ങും ഒക്കെ വിജയകരമായിട്ട് പൂർത്തിയാക്കിയ നന്ദു ആ നാട്ടിൽ തന്നെ SI ആയിട്ട് ചാർജ് എടുക്കുകയാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നന്ദുവിന് ഒരു കേസ് മുന്നിലേക്ക് വരുന്നത്. ആ സംഭവങ്ങളൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ നന്ദു ഒരു കേസ് കാണാണ്. അതൊരു ചെക്ക് കേസാണ് കേട്ടോ. അപ്പോഴേക്കും നന്ദു അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ അറിയാണ്. അറിയുമ്പം അതിലെ പ്രതി ആരാണെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ അനാമികയുടെ അച്ഛൻ വേണുവാണ് കേട്ടോ. അപ്പോൾ വേണു പ്രതിയായിട്ട് വരുമ്പോഴേക്കും നന്ദുവിനാകെ സംശയമാകുകയാണ്. അനാമികയുടെ വീട്ടുകാർ ഇത്തരം ഫ്രോഡ് പണികളൊക്കെ ചെയ്യുന്നവരാണോ എന്നുള്ള കാര്യത്തിൽ. അങ്ങനെ നന്ദു അവിടെ സ്റ്റേഷനിൽ മറ്റു പോലീസുകാരോട് അന്വേഷിക്കുകയാണ് കേട്ടോ, എന്താണ് ഈ വേണുവിൻ്റെ കേസ് എന്ന്. അപ്പോൾ അവർ പറയുന്നുണ്ട്, വേണുവിൻ്റെ ഇതൊരു ചെക്ക് കേസാണെങ്കിൽ തട്ടിപ്പ് കേസുകളും അടിപിടി കേസുകളും കൊട്ടേഷൻ കേസുകളും ഒക്കെയുണ്ട്. വേണു ഒരു ഗജ ഫ്രോഡാണ്. ലോകം മുഴുവൻ തട്ടിപ്പ് നടത്തിയവനാണ്. വിദേശത്ത് തട്ടിപ്പൊക്കെ നടത്തിയിട്ടാണ് അവർ കുടുംബസമേതം നാട്ടിലേക്ക് വന്നത്. അങ്ങനെയൊക്കെയുള്ള ഒരു തട്ടിപ്പ് വീരനാണ് അവൻ. ആ കുടുംബത്തോടെ അങ്ങനെ തന്നെയാണ് എന്നൊക്കെ പറയുമ്പം നന്ദു ഇത് കേട്ട് അത്ഭുതപ്പെട്ടു പോവാണ്. അപ്പം നന്ദു ചോദിക്കുന്നുണ്ട്, അങ്ങനെ ഒരു തട്ടിപ്പ് വീരൻ തന്നെയാണോ ഇത്? അനന്തപുരിയിലല്ലേ ഇയാളുടെ മകളെ കെട്ടിച്ചിരിക്കുന്നത്? അപ്പോൾ പോലീസുകാർ പറയാണ്, അതൊക്കെ നേര് തന്നെയാണ്, അതും ഒരു തട്ടിപ്പായിരിക്കണം. കാരണം വേണു ഒരുപാട് കൊട്ടേഷനൊക്കെ കൊടുത്ത് കാര്യങ്ങൾ സാധിക്കുന്നവനാണ്. പണം വാങ്ങിയിട്ട് തിരിച്ചു കൊടുക്കാൻ ഒരുപാട് പേർക്കുണ്ട്. അപ്പോഴേക്കും നന്ദു ചോദിക്കുന്നുണ്ട്, അയാൾ ഇവിടുത്തെ ഒരു കോടീശ്വരനല്ലേ? ഇഷ്ടംപോലെ പണമുണ്ട്, ഇട്ടുമൂടാൻ പണമുണ്ടെന്നാണല്ലോ പറയുന്നത്. പിന്നെ എന്തിനാ പണം തട്ടിപ്പൊക്കെ നടത്തുന്നത്? അപ്പോൾ പോലീസുകാർ പറയാണ്, അത് മേഡത്തിന് അറിയാത്തത് കൊണ്ടാണ്. അയാൾ വെറുതെ പറയുന്നതാണ്. കയറി കിടക്കാൻ ഒരു വീട് പോലുമില്ല. ഇപ്പം താമസിക്കുന്നത് തന്നെ വാടകയ്ക്കൊരു വീട്ടിലാണ്. അങ്ങനെ എല്ലാം ഉണ്ടെന്ന് കാണിച്ച് പൊങ്ങച്ചം കാണിച്ച് നടക്കുന്നത് മുഴുവൻ മറ്റുള്ളവരുടെ പണം കൊണ്ടാണെന്ന് പറയുകയാണ് കേട്ടോ. അപ്പം നന്ദുവിന് ഏകദേശം കാര്യങ്ങളൊക്കെ പിടികിട്ടുകയാണ്. അങ്ങനെ നന്ദു കാര്യമായിട്ട് വേണുവിനെക്കുറിച്ച് അന്വേഷിക്കുകയാണ്. അങ്ങനെ വേണുവിൻ്റെ കുറേ കള്ളത്തരങ്ങൾ നന്ദു പിടിക്കുകയാണ് കേട്ടോ. അങ്ങനെ പിടിക്കുന്ന കൂട്ടത്തിലുണ്ട് അനിക്ക് കൊടുത്ത ഗിഫ്റ്റായിട്ട് കൊടുത്ത കാറ് വാടകയ്ക്ക് എടുത്തതാണെന്നും അതുപോലെ ഒരുപാട് പേരോട് പണം വാങ്ങിച്ചിട്ട് കൊടുക്കാറുണ്ടെന്നും ഉപേന്ദ്രനൊക്കെ പണം കൊടുക്കാനുള്ള കാര്യങ്ങളും ചില ചെറിയ ചെറിയ കൊട്ടേഷൻ പണികളൊക്കെ നടത്തി ഓരോരുത്തരെ വേണു ഒതുക്കുന്നുണ്ടെന്നുമൊക്കെ. അങ്ങനെ ഒരു തട്ടിപ്പ് കേസ് പ്രതിയാണല്ലോ അനാമികയുടെ അച്ഛനെന്ന് ഓർക്കുമ്പം നന്ദുവിന് ആകെപ്പാടെ വെപ്രാളമാവുകയാണ് കേട്ടോ. നമ്പുത്തു കാര്യങ്ങളൊക്കെ കൂടുതലായി അന്വേഷിക്കുമ്പം നന്ദുവിനെ അന്ന് തട്ടിക്കൊണ്ടു പോയതും ഈ വേണുവാണ്. വേണു കൊട്ടേഷൻ കൊടുത്തതാണെന്ന് പിടികിട്ടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ മരുന്ന് മാറ്റി വെച്ച് മുത്തശ്ശനെ കൊല്ലാൻ ശ്രമിച്ചെന്നും അതുപോലെ തന്നെ പായസത്തിൽ വിഷം ചേർത്തതും ഇതൊക്കെ വേണുവും അനാമികയും രേവതിയും കൂടി ആയിരിക്കുമെന്നുള്ള കാര്യം നന്ദുവിന് ഏകദേശ തെളിവുകളൊക്കെ കിട്ടുന്നു. അങ്ങനെ നന്ദു അനിയെ വിളിക്കുകയാണ്. അനിയോട് പറയുന്നുണ്ട് നന്ദു, അനി നിന്നെ അത്യാവശ്യമായിട്ട് എനിക്കൊന്ന് കാണണം, ഒരു കാര്യം സംസാരിക്കാനാണ്. അപ്പോൾ അനി ചോദിക്കുകയാണ്, എന്താ മേഡം? ഇപ്പോൾ മേഡം എന്നെ വിളിക്കാറുമില്ല, കാണാറുമില്ല. ഇപ്പോൾ എന്താ പ്രത്യേകിച്ച് ജോലി തിരക്കൊന്നുമില്ലേ? അപ്പോൾ നന്ദു പറയാണ്, ഇത് ജോലിയുടെ ഭാഗമായിട്ടാണ് തന്നെയാണ് അനി, അതുകൊണ്ട് നീ ഒന്ന് വരണം, നമുക്കൊന്ന് സംസാരിക്കണമെന്ന് പറയാണ്. അങ്ങനെ അനി നന്ദുവിനെ കാണാനായി ചെല്ലുകയാണ് കേട്ടോ. അപ്പോൾ നന്ദു ചോദിക്കുന്നുണ്ട്, അനി നിൻ്റെ ഭാര്യ അനാമികയുടെ അച്ഛനെക്കുറിച്ച് നിനക്ക് എന്തെല്ലാം കാര്യങ്ങൾ അറിയാം? അപ്പം അനി പറയാണ്, നിങ്ങൾക്കൊക്കെ അറിയാവുന്ന കാര്യങ്ങൾ മാത്രമേ എനിക്ക് അറിയുള്ളൂ. ഞാൻ അതിനെക്കുറിച്ച് കൂടുതലൊന്നും അന്വേഷിക്കാനും പോയിട്ടില്ല. അയാൾ ഒരു കോടീശ്വരനാണെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോഴേക്കും നന്ദു പറയാണ്, ശരിക്കും അയാളൊരു കോടീശ്വരൻ തന്നെയാണോ അനി? ആ വീടും സ്ഥലവും മറ്റ് എല്ലാം അവരുടെ സ്വന്തമാണോ? അപ്പോഴേക്കും അനി പറയുന്നുണ്ട്, അതൊന്നും എനിക്കറിയില്ല. അന്ന് എനിക്കൊരു കാറ് കൊണ്ട് തന്നിരുന്നു സമ്മാനമായിട്ട്, പക്ഷേ അതൊക്കെ എടുത്തുകൊണ്ട് പോയി. അതൊക്കെ അവരുടെ സ്വന്തമാണോ എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു വിശ്വാസവും ഇല്ല. അനാമിക പറയുന്നത് അവൾ ആനയാണ് ചേനയാണെന്നൊക്കെയാണ്. അപ്പോഴേക്കും നന്ദു പറയാണ്, എന്നാ അനി ഞാനൊരു സത്യം പറയാം. എൻ്റെ മുമ്പിൽ ഒരു ഫയൽ വന്നിരുന്നു, വേണുവിൻ്റെ ഒരു ചെക്ക് കേസ്. അത് വെച്ച് ഞാൻ അന്വേഷിച്ചപ്പോൾ അറിയാൻ സാധിച്ചത് വേണു ഒരു ഗജ ഫ്രോഡാണെന്നാണ്. അവർക്ക് ഇവിടെയും നാട്ടിലുമൊക്കെ ആയിട്ട് ഒരുപാട് കേസുകളുണ്ട്, വിദേശത്തും കേസുകളുണ്ട്. ചെറിയ കൊട്ടേഷൻ കൊടുക്കുകയും ആളുകളെ പണം തട്ടിയെടുക്കുകയും സ്വർണം തട്ടിയെടുക്കുകയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു വിരുദ്ധനാണ് ഈ വേണു. സ്റ്റേഷനിലെ ലിസ്റ്റിൽ പേരുള്ള ആളാണ് ഈ വേണു. എന്നിട്ട് എങ്ങനെ അനന്തപുരിയിൽ കടന്നുകൂടി? അപ്പോൾ ഇത് കേൾക്കുമ്പോൾ അനിയും ഞെട്ടുകയാണ്. എന്നിട്ട് അനി പറയുന്നുണ്ട്, നീ പറഞ്ഞത് കേട്ടിട്ട് എനിക്ക് ഞെട്ടലൊന്നുമില്ല. കാരണം അവളുടെ സ്വഭാവം വെച്ച് തന്നെ അറിയാം അവളുടെ അച്ഛനും അത്തരക്കാരൻ തന്നെ ആയിരിക്കുമെന്ന്. എങ്ങനെ ഇവർ അനന്തപുരിയിൽ കയറിക്കൂടിയെന്നറിയില്ല. അനന്തപുരി തറവാടിനെ കുളമാക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് അവളത് ചെയ്തതെന്ന് പറയണേ. അപ്പം നന്ദു പറയുന്നുണ്ട്, നീ ഇതൊന്നും പുറത്താക്കണ്ട. എന്തായാലും വേണുവിൻ്റെ പേരിൽ കുറേ കേസുകൾ ഉള്ളത് കൊണ്ട് തന്നെ അയാളെ അറസ്റ്റ് ചെയ്യാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് അയാൾക്ക് മുങ്ങാനൊരവസരം നീ ആയിട്ട് ഉണ്ടാക്കരുതെന്ന് പറയാണ്.
അപ്പോൾ അനി പറയുന്നുണ്ട്, ഏയ് ഞാനായിട്ട് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കിയില്ല. എനിക്ക് ആ കുടുംബമായിട്ട് യാതൊരു ബന്ധത്തിനും ആഗ്രഹമില്ല. എങ്ങനെയെങ്കിലും അനാമികയും കൂടി എൻ്റെ തലയിൽ നിന്ന് ഒഴിഞ്ഞു പോയാൽ മതിയായിരുന്നു എന്ന് പറയുകയാണ്. അതിനൊക്കെ ശേഷം അനന്തപുരി തറവാടാണ് കേട്ടോ കാണിക്കുന്നത്. അവിടെ നമ്മുടെ ദേവയാനി വരികയാണ്. വന്നിട്ട് ജാനകിയോട് പറയുന്നുണ്ട്, ജാനകി, ഞാൻ നാളെ ഒന്ന് ക്ഷേത്രത്തിലൊക്കെ പോകുന്നുണ്ട്. നാളെ നയനമോളുടെ പിറന്നാളാണ്. അതിന് കുറച്ച് വഴിപാടുകളൊക്കെ ചെയ്യാനുണ്ട് എന്ന് പറയുമ്പം ജാനകി പറയാണ്, ഓ, ഏടത്തി എന്ത് വേണേലും ആയിക്കൂ. ഇപ്പോൾ അവളുടെ പിറന്നാളും എല്ലാം ഓർത്തിരുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ഏടത്തി ഉണ്ടല്ലോ. എന്നാലും ഏടത്തി ഇങ്ങനെ മാറിപ്പോയല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് ഞങ്ങൾക്ക് എന്ന് പറയുമ്പോഴേക്കും ദേവയാനി പറയാണ്, അവളെൻ്റെ മരുമകളല്ലേ ജാനകി, പിന്നെ ഞാനല്ലാതെ വേറെ ആരാണ് ഓർക്കേണ്ടത്? അതുകൊണ്ട് നാളെ ഞാൻ രാവിലെ ഒന്ന് ക്ഷേത്രത്തിൽ പോവും. നീയും വരുന്നുണ്ടോ? ഏയ്, ഞാനെങ്ങും വരുന്നില്ല. അവളുടെ പിറന്നാളിന് ഞാൻ എന്തിനാ ക്ഷേത്രത്തിൽ വരുന്നത്? അപ്പോഴേക്കും ദേവയാനി പറയാണ്, ദേ ഇത് കണ്ടോ, ഒരു ഡയമണ്ട് നെക്ലേസ് ആണ്. ഇത് ഞാൻ നയന മോൾക്കായിട്ട് വാങ്ങിയതാ, അവൾക്ക് പിറന്നാൾ സമ്മാനമായിട്ട് കൊടുക്കാൻ. നീ നോക്കിക്കേ ഈ ഡിസൈൻ എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ ജാനകി ഇങ്ങനെ ഒന്ന് നോക്കിയിട്ട് പറയാണ്, ഓ, എന്ത് ഡിസൈൻ ആയാലും എന്താ, ഇത് അവൾക്ക് കൊടുക്കാനുള്ളതല്ലേ. ഏടത്തിക്കാവാമല്ലോ ഡയമണ്ട് നെക്ലേസോ എന്ത് വേണമെങ്കിലും കൊടുക്കാമല്ലോ. അല്ലേലും ഇപ്പം അവൾക്ക് എന്തിനാ ഈ ഡയമണ്ട് നെക്ലേസ് ഒക്കെ കൊടുക്കുന്നത്? അവൾ ആരാ ഈ വീട്ടിലെ? ആ ഗോവിന്ദൻ്റെയും കനകയുടെയും മകളല്ലേ. കയറി കിടക്കാൻ പോലും ശരിക്കൊരു വീടില്ലാത്തവള്, അത്താഴ പട്ടിണി കിടക്കുന്നവള് അവൾക്ക് ഡയമണ്ട് നെക്ലേസ് കൊടുക്കുന്നു. ഇതൊക്കെ ഏടത്തേക്ക് എന്ത് സംഭവിച്ചെന്ന് എനിക്ക് അറിയാത്തത്. അത് കേൾക്കുമ്പോൾ ദേവയാനിക്ക് ആകെപ്പാടെ അങ്ങ് ദേഷ്യം വരികയാണ്. ദേവയാനി പറയുന്നുണ്ട്, ജാനകി, നീ എന്നെ വിലയിരുത്താനൊന്നും വരണ്ട. എൻ്റെ മരുമോക്കൊരു സമ്മാനം കൊടുക്കാൻ എന്നെക്കൊണ്ട് കഴിയും. അനന്തപുരി തറവാട്ടിലെ മരുമകളാണ് അവൾ. അതുകൊണ്ട് അവളുടെ പിറന്നാളിന് ഇത് കൊടുക്കുന്നത് അത്ര വലിയ കാര്യമൊന്നുമല്ലെന്ന് നിനക്കറിയാമല്ലോ. അപ്പോൾ ജാനകി പറയാ, എന്താ ഏടത്തി, എല്ലാവരും പറയുന്നു നയന ഇവിടെ എന്തൊക്കെയോ ചെയ്തിട്ടുണ്ടെന്ന്. എന്താ ഈ കുടുംബത്തിന് വേണ്ടി അവൾ അധികമായിട്ട് ചെയ്തിരിക്കുന്നത്? എനിക്കൊന്നും ചെയ്തതായിട്ടൊന്നും തോന്നുന്നില്ല എന്ന് പറയണം. അപ്പോഴേക്കും ദേവയാനി പറയാണ്, അതൊന്നും ജാനകി നിനക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. നയന ഒരുപാട് കാര്യങ്ങൾ ഈ കുടുംബത്തിന് വേണ്ടി ചെയ്യുന്നുണ്ട്. അച്ഛൻ പറഞ്ഞതുപോലെ ഈ കുടുംബത്തിൻ്റെ വിളക്കാണ് അവൾ. അതുപോലെ തന്നെ ഇവിടെ ഓടി നടന്ന് അവൾ ഈ ജോലിയൊക്കെ ചെയ്യുന്നില്ലേ. അപ്പോൾ ഉടനെ ജാനകി പറയാണ്, ഈ അടുക്കളപ്പണിയൊക്കെ ചെയ്യുന്നതാണോ വലിയ കാര്യം? ഒരു ജോലിക്കാരിയെ നിർത്തിയ 10,000-10,000 കൊടുത്താൽ ഇതൊക്കെ ചെയ്യും. പിന്നെ എന്തിനാണ് ഇവള്? അപ്പോഴേക്കും ദേവയാനിക്ക് ദേഷ്യം വരിക. ദേവയാനി പറയുന്നുണ്ട്, അതുമാത്രമല്ല ജാനകി, അവള് നമ്മുടെ കമ്പനിയിൽ ചെയ്ത ഡിസൈനുകൾ കോടിക്കണക്കിന് ലാഭമാണ് കമ്പനിക്ക് ഉണ്ടാക്കിയത്. അതും ഒരു മുതലല്ലേ. ആയിക്കോ, ഏടത്തി എന്ത് വേണേലും ആയിക്കോ എന്ന് പറയാണ് കേട്ടോ. ആ സമയത്താണ് വേണുവും രേവതിയും കൂടി അങ്ങോട്ട് വരുന്നത്. അവരുടെ കയ്യിൽ ഒരു കവറൊക്കെ ഉണ്ട് കേട്ടോ. അതുമായിട്ട് നേരെ കയറി വരികയാണ്. എന്നിട്ട് അനാമിക മോളെ കാണുമ്പോഴേ അനാമികയുടെ കയ്യിലേക്ക് അത് കൊടുക്കുകയാണ്. എന്നിട്ട് രേവതി പറയാണ്, മോളെ, ഞങ്ങൾ വന്ന വഴി മോക്കൊരു നല്ല സാരി വാങ്ങി. 2,00,000 രൂപ വിലയുള്ള സാരിയാണ് ഇത്. പുതിയ ഡിസൈനാണ്. അതിൻ്റെ ആ സ്റ്റോൺ വർക്കൊക്കെ അതൊന്ന് മോള് നോക്കിക്കേ. അങ്ങനെ അനാമിക അവിടെ നിന്ന് ജാനകി സാരിയൊക്കെ എടുത്ത് നോക്കുകയാണ് കേട്ടോ. എന്നിട്ട് രേവതി ജാനകിയോടും പറയുന്നുണ്ട്, ദേ മോക്ക് ഞങ്ങൾ പോകുന്ന വഴി ഒരു സാരി വാങ്ങി. 2,00,000 രൂപയായി. നല്ല ഡിസൈനാണ്. അത് കണ്ടപ്പോൾ അങ്ങ് വാങ്ങണമെന്ന് വേണുവേട്ടൻ പറഞ്ഞു. അപ്പോഴേക്കും ഉടനെ ജാനകിക്ക് വാങ്ങാത്തത് കൊണ്ട് തന്നെ ജാനകിക്ക് ഒരു പരിഭവം പോലൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അനാമികയ്ക്ക് അത് മനസ്സിലായിട്ട് അനാമിക അമ്മയോട് പറയാണ്, അമ്മേ, പോന്നപ്പോൾ അമ്മയ്ക്കും കൂടി ഒരെണ്ണം വാങ്ങാൻ മേലായിരുന്നോ? അപ്പോൾ രേവതി പറയാണ്, പിന്നെ ഇത് തന്നെ വാങ്ങിയത് എങ്ങനെയാണെന്ന് എനിക്ക് അറിയാവുള്ളൂ. അപ്പം ജാനകിയോട് രേവതി എന്നിട്ട് പറയാണ്, അത് ജാനകിക്കും കൂടെ വാങ്ങണമെന്ന് വിചാരിച്ച, പക്ഷേ ജാനകി ഉടുക്കുന്ന പോലത്തെ ഡിസൈനൊന്നും അവിടെ ഇല്ലായിരുന്നു അല്ലേ വേണുവേട്ടാ എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. ഇങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് അങ്ങോട്ട് പോലീസ് ജീപ്പ് വന്ന് നിൽക്കുന്നത് കേട്ടോ. അത് നന്ദുവാണ്. നന്ദു ആ പോലീസ് ജീപ്പിൽ നിന്ന് ചാടി ഇറങ്ങി വരികയാണ്. വന്ന് കയറുമ്പോഴേ മുത്തശ്ശൻ അവിടെയുണ്ട് കേട്ടോ. മുത്തശ്ശൻ ചോദിക്കുകയാണ്, ആ നന്ദു മോളോ, എന്താ മോളെ വന്നത്? ജോലിയൊക്കെ കിട്ടി ഇവിടെ പോസ്റ്റായെന്നൊക്കെ അറിഞ്ഞു. ഇപ്പോൾ തിരക്കൊക്കെ ആയതുകൊണ്ടാണ് ഞാൻ വിളിക്കാഞ്ഞത്. മോളെ ഒന്ന് വന്ന് കാണണമെന്ന് മുത്തശ്ശൻ വിചാരിച്ചതാ. അപ്പം നന്ദു പറയാണ്, മുത്തശ്ശ തിരക്കായിരുന്നു മുത്തശ്ശ, അതാ ഞാൻ വരാഞ്ഞേ. കുറച്ച് കേസുകളുടെയൊക്കെ അന്വേഷണം ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് എന്ന് പറയണം. അപ്പം നന്ദു വന്നത് കാണുമ്പോൾ തന്നെ അനാമികയ്ക്ക് അങ്ങ് ദേഷ്യം വരാണ്. അനാമിക മുഖം വേർപ്പിച്ചിങ്ങനെ നിൽക്കുക. എന്നിട്ട് അവിടെ നിന്നുകൊണ്ട് പറയുന്നുണ്ട്, ഇവളെന്തിനാ ഇപ്പം ഇങ്ങോട്ട് കയറി വന്നത് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഉടനെ രേവതി ചാടി തുള്ളി ചെന്നിട്ട് നന്ദുവിനോട് പറയാണ്, നീ വലിയ SI ആയി കാണും, പക്ഷേ എന്തിനാ ഇപ്പം ഇങ്ങോട്ട് കയറി വന്നത്? നിന്നോട് അനന്തപുരിയിലേക്കൊന്നും വരരുതെന്ന് പറഞ്ഞിട്ടുള്ളൂ അല്ലേ, എന്തിനാ നാശം ഇപ്പം ഇങ്ങോട്ട് വന്നത്? അപ്പോഴേക്കും നന്ദു മുത്തശ്ശനോട് പറയാണ്, മുത്തശ്ശ, ഞാനിവിടെ വന്നത് ഒരു കേസിലെ പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ന് പറയുകയാണ്. അപ്പം മുത്തശ്ശൻ ചോദിക്കുക, ഇവിടെ ഏത് കേസിലെ പ്രതിയാണ് മോളെ ഉള്ളത്? അതൊക്കെയുണ്ട്, ഇവിടെ ഒരു കേസിലെ പ്രതിയുണ്ട്. ഒരു കേസല്ല, അയാളുടെ പേരിൽ ഒരുപാട് കേസുണ്ട്. ഒരു ഗജ ഫ്രോഡാണ് ആൾ. അയാളെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ വന്നത്. നിങ്ങളെയൊക്കെ ബുദ്ധിമുട്ടിച്ചെങ്കിൽ
സോറി. അപ്പോൾ മുത്തശ്ശൻ പറയാ ആരെയും മോൾ അറസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ദേവയാനി അവിടെ നിൽപ്പുണ്ട് കേട്ടോ. അപ്പോഴേക്കും ഉടനെ തന്നെ വേണുവിൻ്റെ കുത്തിന് പിടിക്കുകയാണ് കേട്ടോ നന്ദു. എന്നിട്ട് പറയാണ്, താനാണല്ലേ അന്ന് കൊട്ടേഷൻ കൊടുത്ത് എന്നെ തട്ടിക്കൊണ്ട് പോയത്. അതുപോലെ എത്ര കള്ളത്തരങ്ങളാണ് താൻ കാണിച്ചത്. തന്നെ അറസ്റ്റ് ചെയ്യാൻ ഇതിനു മുമ്പുള്ളവർക്കൊക്കെ പേടിയായിരുന്നു. പണം കൊടുത്ത് താൻ ഒതുക്കുമായിരുന്നു. ഇപ്പോഴോ എനിക്ക് ആ കാര്യത്തിൽ യാതൊരു പേടിയില്ല. അതുകൊണ്ട് മിസ്റ്റർ വേണു എൻ്റെ കൂടെ വരണം എന്ന് പറയാണ്. അപ്പോൾ അന്തം വിട്ട് നിൽക്കുകയാണ് കേട്ടോ രേവതിയും അനാമികയൊക്കെ. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്